ആർക്കും നിശ്ചയിക്കാൻ കഴിയാത്ത സമയത്ത് മരണം വന്ന് പിടികൂടി പോകുമ്പോ പാതി വെച്ച മോഹങ്ങൾ ബാക്കി വെച്ച് മണ്ണിലോട്ട് പോകുന്ന ജീവിതത്തെ എങ്ങനെയാണ് ജീവിതമെന്ന് പറയാൻ കഴിയുക? അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ ഈ ജീവിതത്തെ പറഞ്ഞിട്ടേ ഇല്ല. അൽ മൗത, അവനാണ് മരണത്തെ സൃഷ്ടിച്ചവൻ. വൽ ഹയാ, അവനാണ് ജീവിതത്തെ സൃഷ്ടിച്ചു തന്നത്. ഇതൊരു ജീവിതമായി പരിഗണിക്കുന്നതെങ്ങനെ? അല്ലാഹു ഈ ഭൂമിയുടെ ജീവിതത്തെ കുറിച്ച് ഖുർആനിലുടനീളം പറഞ്ഞ വാക്കേടെന്നറിയുമോ? വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. വമൽ ഹയാത്തു ദുനിയാ, ഈ ഭൗതികമായ ജീവിതം എന്ന് പറയുന്നത്, ഈ ഭൗതികമായ ജീവിതം എന്ന് പറയുന്നത് ഇല്ലാ മതാഉൽ ഗുറൂർ, നിന്റെ മനസ്സുകളെ വഞ്ചിപ്പിക്കുന്ന, നിന്റെ ഹൃദയത്തെ പിഴപ്പിച്ച് കളയുന്ന, ഏത് സമയത്തും നിനക്ക് കൈവിട്ടു പോകാവുന്ന ഒരു സൗഭാഗ്യമാണ് ഈ ജീവിതം എന്നത്. ഇത് നിന്നെ വഞ്ചിക്കുന്ന ഒരു സാധനമാണ്. ഏത് സമയത്തും നിന്നെ ഇത് വഞ്ചിച്ചേക്കാം. ഏത് സമയത്തും ഈ ജീവിതം നിന്നെ ചതിച്ചേക്കാം. മരണമല്ല എന്നെ ചതിച്ചത്, ജീവിതമാണ് എന്നെ ചതിച്ചത്. ഭാര്യയാണ് എന്നെ ചതിച്ചത്, ഭർത്താവാണ് എന്നെ ചതിച്ചത്, മക്കളാണ് എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത്. എന്നെ ചതിച്ചത് മരണമല്ല, എന്നെ ചതിച്ചത് ജീവിതമാണ്. നൊന്തു പ്രസവിച്ച അമ്മയെ ചതിച്ചത് മകനാണ്. അതുകൊണ്ടല്ലയോ മരിക്കുമ്പോഴല്ലേ ദുഃഖം വരുന്നതെന്ന് ചോദിച്ചാൽ ഞാനൊരു റിവേഴ്സ് മൈൻഡിൽ നിങ്ങളെ തിരിച്ചു വിളിക്കുകയാണ്. കടികാരത്തിന്റെ സൂചി പുറകോട്ട് കറങ്ങട്ടെ. മരണത്തിന്റെ അന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടതെന്ന് നിങ്ങൾ പറയരുത്. നിങ്ങൾ മരിച്ചു കിടക്കുന്നതിന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം, എത്ര നല്ല മനുഷ്യനായിരുന്നു അവൻ, പെട്ടെന്നങ്ങ് പോയല്ലോ. പെട്ടെന്നങ്ങ് പോയെങ്കിൽ അവൻ അല്ലാഹുവിന്റെ സൗഭാഗ്യത്തിലേക്ക് നടന്നു പോവുകയാണ്. മഹാനായ സയ്യിദുനാ ബിലാൽ, സയ്യിദുനാ ബിലാൽ, കറുത്തവനായ ബിലാൽ, ചപ്രച്ച തലമുടിയുള്ള ബിലാൽ, ഹബിഷിയാക്കാരനായ ബിലാൽ, ഒട്ടകത്തിന് മൂത്രം കുടിച്ച് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട ബിലാൽ പാരസ്വാതന്ത്ര്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് വന്ന മക്കയുടെ അതേ ഭൂമിയിൽ ഇന്നും കാലിൽ കിടക്കുന്ന ബൂട്ട്സിനേക്കാൾ കറുത്ത മനസ്സുള്ള വെള്ളക്കാരന്റെ വെടിയുണ്ടകളേറ്റ് പിടഞ്ഞു വീണുന്ന പാവപ്പെട്ട കറുത്തവന്റെ പൂർവികനായ ബിലാൽ നടന്നു പോകുന്ന വഴിയിൽ തന്നെ നെടല് വീണപ്പോ മുതിർന്ന സവർണാധികാരന്റെ ശരീരത്തിലേക്ക് തന്നെ നെടല് പറ്റിയപ്പോ അതിന്റെ പേരിൽ മുടിമുറിക്കപ്പെടേണ്ടി വന്ന ഉത്തർപ്രദേശിലെ പാവപ്പെട്ട അവർണയായ പെൺകുട്ടിയുടെ പൂർവികനായ ബിലാൽ, ആ ബിലാൽ കറുത്തവനായിരുന്നു. കറുകറാ കറുപ്പ്, കരിവീട്ടിയുടെ കറുപ്പ്. ബിലാലിന്റെ മുഖത്ത് വെളുപ്പ് വന്നിട്ടില്ല. പക്ഷെ മരണാസന്നനായി കിടക്കുന്ന ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പ് ഭാര്യ ഇരുന്നു കൊണ്ട് പൊട്ടിക്കരഞ്ഞു അത്രേ, എന്നെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണോ? എന്നെ ഒറ്റക്കാക്കി പോവുകയാണോ? നിങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറയുകയാണോ? ആ സമയത്ത് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ മുഖം വെളുത്തുവത്രേ. ചരിത്രത്തിൽ കാണാം, അന്നേ വരെ കറുത്തവനായ ചപ്രച്ച തലമുടിയുള്ള കറുകറുത്ത ചുണ്ടുകളുള്ള ബിലാലിന്റെ മുഖത്തിന് വെളുപ്പായി. ആ കറുപ്പിന്റെ ഉള്ളിലും ഒരു വെളുപ്പിന്റെ പ്രഭാവമുണ്ടായി. ബിലാൽ റളിയല്ലാഹു തആല മരണവേദനയിൽ പിടയുമ്പോ പറഞ്ഞു പത്ര, പെണ്ണേ എന്തിനാണ് നീ എന്റെ അടുത്തിരുന്ന് കരയുന്നത്? മരണം എനിക്ക് സന്തോഷമാണ് പെണ്ണേ. ഞാൻ എവിടേക്കാണ് പോകുന്നതെന്നറിയുമോ? നിന്നെ വിട്ടിട്ട് ഞാൻ പോകുന്നത് എവിടേക്കെന്നറിയുമോ? നിന്നെ വേർപെടുന്നത് എനിക്ക് സങ്കടമാണെന്നറിയാം. ഇത്രയും നാളെന്റെ സന്തോഷങ്ങളിലും എന്റെ സന്താപങ്ങളിലും പങ്കാളിയായ, ഇത്രയും നാളും എന്റെ കൂടെ കിടന്ന പെണ്ണെ, നിന്നോട് വിട പറയുന്നത് എനിക്ക് സങ്കടമാണ്, സങ്കടമാണ്. പക്ഷേ ഞാൻ പോകുന്നത് എവിടേക്കെന്നറിയുമോ? അൽകാ മുഹമ്മദൻ വഹിസുബാ, ഞാൻ എന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് യാത്രയാവുകയല്ലേ. ഞാൻ എന്നെ അബൂബക്കറിനെ കാണാൻ പോവുകയല്ലേ. എനിക്ക് മുമ്പേ മരണം കൊത്തി പറന്നു പോയ എന്റെ കൂടെ നടന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക്, എന്റെ ഉമറിന്റെ അടുക്കലേക്ക്, എന്റെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഞാൻ എന്റെ കൂട്ടുകാരെ കാണാൻ പോവുകയാണ് പെണ്ണേ. ഇതാണ് മരണമെന്ന് തിരിച്ചറിയാൻ, മരണം പൊട്ടിക്കരയാനല്ല, മരിക്കുന്നവന്റെ സൗഭാഗ്യമാണ് മരണനേരം
മരണമെന്ന് തിരിച്ചറിയാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് മരണം നന്നാക്കി തരണേ തമ്പുരാനെ. ഏകനായ അല്ലാഹു എത്രയോ സ്തുതികീർത്തനങ്ങളുടെ ഉടമസ്ഥനാണ്. വാഴ്ത്തപ്പെടേണ്ടത് അവനെയാണ്, സ്തുതിക്കപ്പെടേണ്ടത് അവനെയാണ്, പ്രകീർത്തിക്കപ്പെടേണ്ടത് അഖില ലോക ബ്രഹ്മാണ്ഡ കടാകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏകനായ അല്ലാഹുവിനെയല്ലയോ. അവന്റെ കയ്യിലാണ് ബിയദിഹിൽ മുൽക്കു, അവന്റെ കയ്യിലാണ് എല്ലാത്തിന്റെയും അധികാരമുള്ളത്, അവന്റെ കയ്യിലാണ്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ്. ഏകനായ അല്ലാഹുവിനെ പരിചയപ്പെടുത്തിയിട്ട് ഖുർആൻ പറയുന്നത് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ, അല്ലദീ ഖലഖൽ മൗത, അവനാണ് മരണത്തെ സൃഷ്ടിച്ചവൻ, വൽ ഹയാത, അവനാണ് ജീവിതത്തെ സൃഷ്ടിച്ചവൻ. ശ്രദ്ധിച്ചു കേൾക്കണേ, അല്ലാഹുവിന്റെ ഖുർആൻ ഇങ്ങനെയാണ് പറയുക. അല്ലാഹു ആരെന്ന് പരിചയപ്പെടുത്തുമ്പോ ആദ്യം അല്ലാഹു പറഞ്ഞത് ജീവിതത്തെ കുറിച്ചല്ല. അല്ലദീ ഖലഖൽ മൗത, അവനാണ് മരണത്തെ സൃഷ്ടിച്ചവൻ. അല്ലാഹു ജീവിതത്തെ കുറിച്ച് പറഞ്ഞിട്ടേ ഇല്ല. കാരണം ഈ ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് ജീവിതമല്ല. ഒരു ഗ്യാരണ്ടിയില്ലാത്ത ജീവിതത്തെ എങ്ങനെയാണ് ജീവിതമെന്ന് പറയുക? ഉമ്മാടെ ഗർഭാശയത്തിൽ വെച്ച് മരിച്ചു പോകുന്നവർ, ജനിച്ച ഉടനെ കണ്ണടച്ചു പോകുന്നവർ, ശൈശവദിശയിലെ മാരക രോഗങ്ങൾ പിടിപെട്ട് ലോകത്തോട് വിട പറയുന്നവർ, യൗവനത്തിൽ സ്വപ്നങ്ങൾ തകർന്ന് ദരിപ്പണമായി പള്ളിക്കാട്ടിലേക്ക് യാത്രയാകുന്നവർ, എല്ലാ സന്തോഷങ്ങളുടെയും ഇടയിൽ നിൽക്കുമ്പോ ആരോ പിടിച്ചു കെട്ടിപ്പോയതുപോലെ ഓടിപ്പോകുന്ന പടക്കുതിരയ്ക്ക് കടിഞ്ഞാൺ വലിച്ചതുപോലെ പെട്ടെന്നൊരു ദിവസം ശ്വാസം നിലച്ച് താഴോട്ട് വീണു പോകുന്നവർ, ആർക്കും നിശ്ചയിക്കാൻ കഴിയാത്ത സമയത്ത് മരണം വന്ന് പിടികൂടി പോകുമ്പോ പാതി വെച്ച മോഹങ്ങൾ ബാക്കി വെച്ച് മണ്ണിലോട്ട് പോകുന്ന ജീവിതത്തെ എങ്ങനെയാണ് ജീവിതമെന്ന് പറയാൻ കഴിയുക? അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ ഈ ജീവിതത്തെ പറഞ്ഞിട്ടേ ഇല്ല. അൽ മൗത, അവനാണ് മരണത്തെ സൃഷ്ടിച്ചവൻ, വൽ ഹയാ, അവനാണ് ജീവിതത്തെ സൃഷ്ടിച്ചു തന്നത്. അതേത് ജീവിതമാണ്? അതും മരണശേഷമുള്ള ജീവിതമാണ്. അല്ലെങ്കിൽ ഖുർആൻ പറയേണ്ടിയിരുന്നത് അവൻ ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ചവനാണെന്നാണ്. ഇവിടെ അങ്ങനെയല്ല, മരണത്തെയും പിന്നെ ജീവിതത്തെയും സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. അതുകൊണ്ടും മരണശേഷമുള്ള ജീവിതമാണ് പ്രധാനപ്പെട്ടത്. ഈ ഭൂമിയിലെ ജീവിതത്തെ ഖുർആൻ ഒരു ജീവിതമായി പരിഗണിച്ചിട്ടില്ല. ഇതൊരു ജീവിതമായി പരിഗണിക്കുന്നതെങ്ങനെ? അല്ലാഹു ഈ ഭൂമിയുടെ ജീവിതത്തെ കുറിച്ച് ഖുർആനിലുടനീളം പറഞ്ഞ വാക്കേടെന്നറിയുമോ? വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. വമൽ ഹയാത്തു ദുനിയാ, ഈ ഭൗതികമായ ജീവിതം എന്ന് പറയുന്നത്, ഈ ഭൗതികമായ ജീവിതം എന്ന് പറയുന്നത് ഇല്ലാ മതാഉൽ ഗുറൂർ, നിന്റെ മനസ്സുകളെ വഞ്ചിപ്പിക്കുന്ന, നിന്റെ ഹൃദയത്തെ പിഴപ്പിച്ച് കളയുന്ന, ഏത് സമയത്തും നിനക്ക് കൈവിട്ടു പോകാവുന്ന ഒരു സൗഭാഗ്യമാണ് ഈ ജീവിതം എന്നത്. ഇത് നിന്നെ വഞ്ചിക്കുന്ന ഒരു സാധനമാണ്. ഏത് സമയത്തും നിന്നെ ഇത് വഞ്ചിച്ചേക്കാം. ഏത് സമയത്തും ഈ ജീവിതം നിന്നെ ചതിച്ചേക്കാം. മരണമല്ല എന്നെ ചതിച്ചത്, ജീവിതമാണ് എന്നെ ചതിച്ചത്. ഭാര്യയാണ് എന്നെ ചതിച്ചത്, ഭർത്താവാണ് എന്നെ ചതിച്ചത്, മക്കളാണ് എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത്, മക്കളാണ് എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത്. എന്നെ ചതിച്ചത് മരണമല്ല, എന്നെ ചതിച്ചത് ജീവിതമാണ്. നൊന്തു പ്രസവിച്ച അമ്മയെ ചതിച്ചത് മകനാണ്. അതുകൊണ്ടല്ലയോ അടുക്കളയിൽ നിൽക്കുന്ന അമ്മയെ പുറകിൽ നിന്ന് അടിച്ചു വീഴ്ത്തി മലന്ന് കിടക്കുന്ന അമ്മയുടെ മാരടത്തിൽ കയറി കുത്തിയിരുന്ന് അമ്മയുടെ കഴുത്തിൽ ഷാലിട്ട് മുറുക്കി കൊല്ലുന്ന മകന് അമ്മയെ വലിച്ചു കൊണ്ടുപോയി കുടിയിരിട്ട് പച്ചയ്ക്ക് കത്തിക്കുന്ന മകനെ കാണുമ്പോ, മലന്ന് കിടക്കുന്ന അമ്മയുടെ മാരടത്തിൽ കാൽമുട്ട് ചവിട്ടി അമ്മയുടെ കഴുത്തിൽ ഷാലിട്ട് മുടുക്കുമ്പോ ആ മകൻ ആദ്യം അമ്മിഞ്ഞപ്പാല് കുടിച്ചത് ഈ അമ്മയുടെ മാറിടത്തിലാണ്. അവൻ ആദ്യം കുഞ്ഞുണം കൈകൾ കൊണ്ട് ഊഞ്ഞാല് കെട്ടിയത് ഷാള് മുറുക്കി ആ കഴുത്തിലാണ്. അവൻ ആദ്യത്തെ ഊഞ്ഞാല് കെട്ടിയ അമ്മയുടെ കഴുത്തിന്റെ മുകളിൽ ഷാള് കൊണ്ട് മുറുക്കിക്കൊള്ളുമ്പോ ആ അമ്മ ഉറക്കെ പറഞ്ഞിട്ടുണ്ടാവാം, മരണമല്ല എന്നെ ചതിച്ചത്, എന്നെ ചതിച്ചത് എന്റെ ജീവിതമാണ്, എന്റെ ജീവിതത്തിന്റെ കൺമണിയാണ്, ഞാൻ ആഗ്രഹിച്ചു വളർത്തിയ പൊന്നുമോനാണ്. ആ വാർത്ത കേൾക്കുന്നതിന് മുമ്പേ തൊട്ടടുത്ത വിളിയടയാളം കേൾക്കുന്നു. മകനെ അമ്മ കത്തിച്ചു അത്രേ. ഒരു
ഒരിടത്ത് മകൻ അമ്മയെ കത്തിക്കുന്നു, മറ്റൊരിടത്ത് അമ്മയെ മകൻ കത്തിക്കുന്നു. പിശാചുക്കൾ പാർക്കുന്ന വേതാള നഗരം പോലെ ഈ ഭൂമി അതപ്പതിച്ചു പോകുമ്പോ, എല്ലാവരും ദുഃഖത്തിലോട്ട് കടന്നു പോകുമ്പോ, ഇന്ന് ഞാൻ ഇവിടേക്ക് വരുമ്പോ മലബാർ ക്യാൻസർ സെന്ററിൽ നിന്നൊരു ചെറുപ്പക്കാരൻ എനിക്കൊരു വോയിസ് മെസ്സേജ് അയച്ചു. ഉസ്താദേ, ദുബൈയിലായിരുന്നു ഞാൻ, കാലിലൊരു വേദന വന്നതാണ്, വന്ന് പരിശോധിച്ചപ്പോ കാലിൽ ക്യാൻസർ ആണത്രേ, കാല് മുഴുവനും പഴുത്തു വിറങ്ങലിച്ച് താഴോട്ടൊടുകയാണ്. ഇന്നത്തെ പ്രസംഗത്തിൽ എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ, കടമ നിർവഹിക്കാം എനിക്ക്. അള്ളാഹു ആ ചെറുപ്പക്കാരന് ശിഫ നൽകുമാറാകട്ടെ, ആ രോഗത്തെ അള്ളാഹു ശമിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ആ മനുഷ്യനെ ചതിച്ചത് ജീവിതമാണ്, ജീവിതത്തിലെ ഇടപെടികളാണ്. മരണം ഒരിക്കലും നമ്മളെ ചതിക്കില്ല. കാരണം മരണമെന്ന് പറയുന്നത് ലിയബിലുവക്കും മയ്യുക്കും അഹ്സനു അമലാ, നിങ്ങളിൽ ആരാണ് സൽക്കർമ്മിയായി ജീവിച്ചതെന്ന് അറിയാനുള്ള ജീവിതത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. മരണമെന്ന് പറയുന്നത് ദുഃഖമല്ല, മരണമെന്ന് പറയുന്നത് സങ്കടമല്ല, മരണമെന്ന് പറയുന്നത് വിരഹമല്ല, മരണമൊരിക്കലും വേപതുവല്ല, മരണമൊരിക്കലും വിക്കുലതയല്ല. മരണം ഭാര്യക്ക് കരയാനുള്ള കണ്ണുനീരിന്റെ കവിൾപ്പാടുകളല്ല. മരണമെന്നത് വാപ്പാന്റെ മതശരീരത്തിന്റെ മുമ്പിൽ മക്കൾക്ക് കണ്ണീര് പൊഴിക്കാനുള്ള സന്ദർഭമല്ല. മരിച്ചു കിടക്കുന്നവനെപ്പോഴും സന്തോഷവാനാണ്, മരണം കണ്ടവനെപ്പോഴും സൗഭാഗ്യവാനാണ്. അള്ളാഹു നമ്മളെ അതിൽപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ അതിൽപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം മരിച്ചവൻ സൗഭാഗ്യവാനാണ്. അന്നാണ് അവന്റെ മുഖത്തിന് ഏറ്റവും വെളുപ്പുണ്ടായത്, അന്നാണ് അവന്റെ മുഖമേറ്റവും കൂടുതൽ ജീവിതത്തിൽ പ്രകാശിച്ചത്. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ വെളുപ്പവന്റെ മുഖത്തിന് വന്നത് അവന്റെ മരണത്തിന്റെ സമയത്തല്ലയോ? അവൻ ഏറ്റവും നന്നായി പുഞ്ചിരിച്ചത് മരിക്കുന്ന സമയത്തല്ലയോ? അവൻ ഏറ്റവും നന്നായി സന്തോഷിച്ചതും മരണത്തിന്റെ സമയത്തല്ലയോ? ഇന്നല്ലദീന ഖാലൂ റബ്ബുന അല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. ഇതൊന്നും ഒരു പ്രസംഗത്തിന് അലങ്കാരഭാവമല്ല. മരിക്കുമ്പോഴല്ലേ ദുഃഖം വരുന്നതെന്ന് ചോദിച്ചാൽ ഞാനൊരു റിവേഴ്സ് മൈൻഡിൽ നിങ്ങളെ തിരിച്ചു വിളിക്കുകയാണ്. കടികാരത്തിന്റെ സൂചി പുറകോട്ട് കറങ്ങട്ടെ. മരണത്തിന്റെ അന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടതെന്ന് നിങ്ങൾ പറയരുത്. നിങ്ങൾ മരിച്ചു കിടക്കുന്നതിന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം, എത്ര നല്ല മനുഷ്യനായിരുന്നു അവൻ, പെട്ടെന്നങ്ങ് പോയല്ലോ. പെട്ടെന്നങ്ങ് പോയെങ്കിൽ അവൻ അള്ളാന്റെ സൗഭാഗ്യത്തിലേക്ക് നടന്നു പോവുകയാണ്. മഹാനായ സയ്യിദുനാ ബിലാൽ, സയ്യിദുനാ ബിലാൽ, കറുത്തവനായ ബിലാൽ, ചപ്രച്ച തലമുടിയുള്ള ബിലാൽ, ഹബിഷിയാക്കാരനായ ബിലാൽ, ഒട്ടകത്തിന് മൂത്രം കുടിച്ച് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട ബിലാൽ പാരസ്വാതന്ത്ര്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് വന്ന മക്കയുടെ അതേ ഭൂമിയിൽ ഇന്നും കാലിൽ കിടക്കുന്ന ബൂട്ട്സിനേക്കാൾ കറുത്ത മനസ്സുള്ള വെള്ളക്കാരന്റെ വെടിയുണ്ടകളേറ്റ് പിടഞ്ഞു വീണുന്ന പാവപ്പെട്ട കറുത്തവന്റെ പൂർവികനായ ബിലാൽ നടന്നു പോകുന്ന വഴിയിൽ തന്നെ നെടല് വീണപ്പോ മുതിർന്ന സവർണാധികാരന്റെ ശരീരത്തിലേക്ക് തന്നെ നെടല് പറ്റിയപ്പോ അതിന്റെ പേരിൽ മുടിമുറിക്കപ്പെടേണ്ടി വന്ന ഉത്തർപ്രദേശിലെ പാവപ്പെട്ട അവർണയായ പെൺകുട്ടിയുടെ പൂർവികനായ ബിലാൽ. ആ ബിലാൽ കറുത്തവനായിരുന്നു, കറുകറാ കറുപ്പ്, കരിവീട്ടിയുടെ കറുപ്പ്. ബിലാലിന്റെ മുഖത്ത് വെളുപ്പ് വന്നിട്ടില്ല. പക്ഷെ മരണാസന്നനായി കിടക്കുന്ന ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പ് ഭാര്യ ഇരുന്നു കൊണ്ട് പൊട്ടിക്കരഞ്ഞു അത്രേ, എന്നെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണോ? എന്നെ ഒറ്റക്കാക്കി പോവുകയാണോ? നിങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറയുകയാണോ? ആ സമയത്ത് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ മുഖം വെളുത്തുവത്രേ. ചരിത്രത്തിൽ കാണാം, അന്നേ വരെ കറുത്തവനായ ചപ്രച്ച തലമുടിയുള്ള കറുകറുത്ത ചുണ്ടുകളുള്ള ബിലാലിന്റെ മുഖത്തിന് വെളുപ്പായി. ആ കറുപ്പിന്റെ ഉള്ളിലും ഒരു വെളുപ്പിന്റെ പ്രഭാവമുണ്ടായി. ബിലാൽ റളിയല്ലാഹു തആല മരണവേദനയിൽ പിടയുമ്പോ പറഞ്ഞുവത്ര, പെണ്ണേ, എന്തിനാണ് നീ എന്റെ അടുത്തിരുന്ന് കരയുന്നത്? മരണം എനിക്ക് സന്തോഷമാണ് പെണ്ണേ. ഞാൻ എവിടേക്കാണ് പോകുന്നതെന്നറിയുമോ?
നിന്നെ വിട്ടിട്ട് ഞാൻ പോകുന്നത് എവിടേക്കെന്നറിയുമോ? നിന്നെ വേർപെടുന്നത് എനിക്ക് സങ്കടമാണെന്നറിയാം. ഇത്രയും നാളെന്റെ സന്തോഷങ്ങളിലും എന്റെ സന്താപങ്ങളിലും പങ്കാളിയായ, ഇത്രയും നാളും എന്റെ കൂടെ കിടന്ന പെണ്ണെ, നിന്നോട് വിട പറയുന്നത് എനിക്ക് സങ്കടമാണ്. പക്ഷേ ഞാൻ പോകുന്നത് എവിടേക്കെന്നറിയുമോ? അൽകാ മുഹമ്മദൻ വഹിസുബാ, ഞാൻ എന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് യാത്രയാവുകയല്ലേ. ഞാൻ എന്നെ അബൂബക്കറിനെ കാണാൻ പോവുകയല്ലേ. എനിക്ക് മുമ്പേ മരണം കൊത്തി പറന്നു പോയ എന്റെ കൂടെ നടന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക്, എന്റെ ഉമറിന്റെ അടുക്കലേക്ക്, എന്റെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഞാൻ എന്റെ കൂട്ടുകാരെ കാണാൻ പോവുകയാണ് പെണ്ണെ. ഇതാണ് മരണമെന്ന് തിരിച്ചറിയാൻ, മരണം പൊട്ടിക്കരയാനല്ല, മരിക്കുന്നവന്റെ സൗഭാഗ്യമാണ് മരണ നേരമെന്ന് തിരിച്ചറിയാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് മരണം നന്നാക്കി തരണേ തമ്പുരാനെ. ഇതെല്ലാവർക്കും കിട്ടില്ല. ഈ മരണം എന്ന് പറയുന്ന നൈമിഷികമായ ജീവിതത്തിന്റെ ഒടുക്കം ഏറ്റവും നന്നാകുന്നത് അതെല്ലാവർക്കും കിട്ടില്ല. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഏകനായ അല്ലാഹുവിനെ അനുസരിച്ച് ജീവിച്ചവർ, തുമ്മസ്തഖാമു, പിന്നീട് ഇസ്തിഖാമത്തോടെ നല്ല രീതിയിൽ ജീവിക്കുകയും ചെയ്തവർ, അവർക്കാണ് അല്ലാഹു മരണം നന്നാക്കി തരിക. അല്ലാഹു നമ്മളെ അതിൽപ്പെടുത്തുമാറാകട്ടെ. ആമീൻ പറയ് സഹോദരങ്ങളെ, ഉറക്കെ അല്ലാഹു നമ്മളെ അതിൽപ്പെടുത്തട്ടെ. മരണമെന്ന് പറഞ്ഞാൽ ഒരു പുതുജീവിതത്തിന്റെ തുടക്കമാണ്. നമുക്ക് മരണം വേദനയാണ്. മരിക്കാതിരിക്കാൻ എന്തെങ്കിലും മരുന്നുണ്ടെങ്കിൽ നമ്മൾ അന്വേഷിച്ചെടുക്കാൻ. ഇപ്പൊ അടുത്ത് കണ്ടു, 10 വർഷം മുമ്പ് മരിച്ചുപോയ 10 വർഷം കഴിയുമ്പോൾ തിരിച്ചു വരാൻ പൈസയൊക്കെ അടച്ചിട്ട് കാത്തിരിക്കാൻ. ലോകം അതുവരെ എത്തിയിരിക്കുന്നു. ചന്ദ്രനിൽ തട്ടുകട തുടങ്ങാൻ സ്വീകരിച്ച ലോകം ഇന്ന് മരിച്ചുപോയ ആളുകൾ, 10 വർഷം മുമ്പ് മരിച്ചുപോയ ആളുകളെ അവര് തിരിച്ചെത്തിക്കാം. അത്ര പൈസ അടച്ചിട്ട് കാത്തിരിക്കുകയാണ് ആളുകൾ. നാസ്തി ബുദ്ധി നാസ്തി എന്ന് പറയണം പാവം മനുഷ്യൻ. അവനെ ജീവിക്കാനും കടന്നുപോയവരെ കാണാനുള്ള അവന്റെ കൊതി, ഏറ്റവും വലിയ അസത്യത്തെ സ്വീകരിക്കാൻ അവന്റെ മനസ്സിനെ പ്രേരിപ്പിക്കാൻ. മരിച്ചുപോയവർ തിരിച്ചു വരില്ല എന്നറിഞ്ഞിട്ടും മരിച്ചുപോയ വാപ്പാനെ കാണാനുള്ള കൊതി, മരിച്ചുപോയ ഉമ്മ ഒന്നുകൂടി തിരിച്ചു വരൂ എന്ന് പറഞ്ഞ ആരാ പൈസ കൂടെ അടയ്ക്കാതിരിക്കുക? അത് ചിലപ്പോ മരിച്ചുപോയവർ അത്ര പ്രിയങ്കരവനായതുകൊണ്ട് അവരെ കാണാനുള്ള കൊതി കണ്ട സാധുക്കൾ ചെയ്തതാവാം. മരിച്ചവൻ തിരിച്ചു വരില്ല. പിന്നിടുന്ന നിമിഷങ്ങൾക്ക് പുനരവതാരമില്ല. ഒടിഞ്ഞുപോയിട്ട് നിരാശയോടെ നോക്കി നിന്നിട്ട് കാര്യമില്ല. ഹതാശനായി മാടി വിളിച്ചാൽ പോയത് തിരിച്ചു വരില്ല. മരണം അങ്ങനെയാണ്, പോയാൽ പിന്നെ തിരിച്ചു വരില്ല. കാരണം മരണമെന്നത് അവന്റെ അനന്തമായൊരു ലോകത്തേക്കുള്ള യാത്രയാണ്. യഥാർത്ഥത്തിൽ ഏറ്റവും നല്ല സുഖം മരണത്തിന് ശേഷമാണ്, അല്ലേ? ഏറ്റവും നല്ല ജീവിതപ്പെടാ മരണത്തിന് ശേഷമല്ലേ? അത് എവിടെയാണോ? ഉറപ്പാണ്. നന്നായി ചിന്തിക്കുന്ന ഒരാൾ പറയുന്ന മറുപടി, നന്നായി ചിന്തിക്കുന്ന ഒരാൾ പറയുന്ന മറുപടി, ഏറ്റവും നല്ല ജീവിതം മരണത്തിന് ശേഷമാണ്. അതിനു മുമ്പുള്ള ജീവിതമാണ് നല്ലത് എന്ന് ചിന്തിക്കുന്നവൻ അവൻ ഹൃദയത്തിൽ ക്യാൻസർ ബാധിച്ചിട്ടാണ്. നീ ഒരു ജാമിതയായില്ലെങ്കിൽ നീ പറയുക മരണത്തിന് ശേഷമുള്ള ജീവിതമാണ് ഏറ്റവും നല്ല ജീവിതം. ജാമിദ ടീച്ചർ എന്ന് പറഞ്ഞൊരു പെണ്ണിന്റെ പേര് കോലാഹലം വേണ്ട, കാരണം അവള് മുസ്ലിം അല്ല. ഒരു മുസ്ലിം ചെയ്താലല്ലേ നമ്മൾ അതിനെക്കുറിച്ച് പറയേണ്ട കാര്യം. ഇസ്ലാമിന്ന് വെളിയിലാണ്. ഒരു അവിശ്വാസിയായ ആളുകൾ മറ്റൊരു മതത്തെ അവഹേളിക്കാൻ എന്തൊക്കെ കോപ്രായങ്ങൾ കാണിക്കും. അതിനൊക്കെ നമ്മൾ മറുപടി പറയാനോ അതിനെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയാ. കാരണം എന്തുകൊണ്ട്? അവർ ഇസ്ലാമിന് വെളിയിലാണ്. നിസ്കാരം 3 വക്തേ ഉള്ളൂ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാമിന്റെ മർമ്മപ്രധാനമായ ഒരു ഭാഗത്ത് നിഷേധിച്ചതോടുകൂടി അവർ ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് വെളിയിലാണ്. ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് വെളിയിൽ പോയ ഒരാൾ കാണിക്കുന്ന എന്തെങ്കിലും കിമ്മിക്കുകൾക്ക് നമ്മൾ കാതോർക്കേണ്ട കാര്യമേ ഇല്ല. അത് തിരുത്തി കൊടുക്കാൻ പോയിട്ടും കാര്യമില്ല. കാരണം കൂട്ടിൽ വിസർജിക്കുന്ന ജീവിയുടെ പൃഷ്ഠം കഴുകി കൊടുത്തിട്ട് കാര്യമില്ല. വീണ്ടും ഒരു കൂട്ടിൽ തന്നെ വിസർജിക്കും. കിടന്നെടുത്ത് തന്നെ വിസർജിക്കുന്ന ഒരു ജീവിയുടെ പൃഷ്ഠം കഴുകി കൊടുക്കാൻ തീരുമാനിച്ചാൽ നമുക്ക് പിന്നെ അതിനെ നേരെ ഉണ്ടാവുള്ളൂ. കാരണം എന്താ? അതതിന്റെ സ്വഭാവമാണ്. അത് കിടക്കുന്നിടത്ത് വിസർജിക്കും. അതതിന്റെ സ്വഭാവമാണ്. ആ സ്വഭാവത്തെ മാറ്റാൻ പോയാൽ പറ്റൂ. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? ആ കാട്ടിച്ചതിന്റെ മുകളിൽ തന്നെ അത് വീണ്ടും കിടന്ന് ഉരുളട്ട് എന്ന് കരുതലല്ലാതെ ബുദ്ധിമാന്മാർ മാറി നിൽക്കുള്ളൂ. അല്ലാതെ പിന്നെ അതിന് കഴുകി കൊടുക്കാൻ പോകുന്നവൻ ബുദ്ധിശൂന്യനാണ്. അള്ളാഹു നമുക്ക് ബോധം നൽകി അനുഗ്രഹിക്കട്ടെ.